സ്വന്തം തന്ത മരിച്ചെന്നറിഞ്ഞപ്പോൾ സന്തോഷവും പിന്നീട് മരണപ്പെട്ടത് മറ്റാരുടെയോ പിതാവാണെന്നറിഞ്ഞപ്പോൾ വലിയ വിഷമം വരികയും ചെയ്ത മക്കളെ അറിയാമോ? വേറെങ്ങുമല്ല, കൊല്ലം ജില്ലയിലെ ചവറ പഞ്ചായത്തിലെ ഭരണിക്കാവ് എന്ന സ്ഥലത്താണ്. ഇന്ന് ഈ പിതാവ് അനാഥ മന്ദിരത്തിൽ പോവുകയാണ്. 3 ആൺമക്കളുണ്ടെങ്കിലും ആരും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഇദ്ദേഹം ചെയ്ത തെറ്റ് ഇദ്ദേഹം മരിച്ചില്ല എന്നുള്ളതാണ്. കുറച്ചു കാലമായി വീട് വിട്ടിറങ്ങി തിരുവോരത്തും മഴയത്തും നായയുടെ കടിയേറ്റും കിടന്ന ഗോപാലകൃഷ്ണൻ എന്ന വയോധികൻ നാട്ടുകാർ ആ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശും ബാബു, മനോജും ഭാസ്കൽ എന്നിവർ ചേർന്ന് ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു. അനാഥരുടെ വാർഡിൽ കിടക്കുമ്പോൾ അതേ പേരിലുള്ള മറ്റൊരാളും അവിടെ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അയാൾ മരണപ്പെടുകയും ചെയ്തു. പേരുകൾ തമ്മിൽ മാറിപ്പോയത് കാരണം തിരുവനന്തപുരം പോലീസ് ചവറയിലുള്ള ഇദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ച് തങ്ങളുടെ പിതാവ് മരണപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു. ഇതോടെ മക്കൾ വീട്ടുമുറ്റത്ത് വലിയ പന്തലിട്ടു, കഞ്ഞി വെച്ചു, സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. മരണവാർത്തയറിഞ്ഞ് ആളുകളും എത്തി തുടങ്ങി. ശരീരം ഏറ്റുവാങ്ങുവാനായി ആംബുലൻസിൽ തിരുവനന്തപുരത്തെത്തിയപ്പോഴാണ് മരിച്ചത് തങ്ങളുടെ അച്ഛനല്ല എന്ന് മനസ്സിലായത്. ഇതോടെ മക്കൾക്ക് വലിയ ദേഷ്യമായി. ഈ സമയം അവരുടെ പിതാവ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. പലവട്ടം ജീവകാരുണ്യ പ്രവർത്തകർ മക്കളെ ബന്ധപ്പെട്ടിട്ട് പോലും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാൻ മനസ്സ് കാണിക്കാത്ത മക്കൾ. ജന്മം നൽകിയ 3 ആൺമക്കളും ഈ പിതാവിനെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ജീവിച്ചിരുന്ന അച്ഛനെയല്ല അവർക്ക് ആവശ്യം, മരണപ്പെട്ട അച്ഛനെയായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത ഇതുപോലെയുള്ള മനുഷ്യർ മരിച്ചു കഴിഞ്ഞിട്ട് വലിയ ആഘോഷം നടത്തിയിട്ട് എന്താണ് കാര്യം? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം, കാണണം, അല്ലെങ്കിൽ അറിയണം ഇവരുടെ ഈ ക്രൂര മനസ്സ് നാട്ടുകാർ. എവിടെ സ്ഥലം? ഇവിടെ അപ്പുറത്താ. അപ്പുറത്ത് എവിടാ? നല്ലെഴുത്തൂക്കിന് കിഴക്കുവശം. എത്ര മക്കളുണ്ട്? എനിക്ക് 3 മക്കളുണ്ടോ? 3 മക്കളുണ്ട്. മക്കളുടെയൊക്കെ പേരൊന്ന് പറഞ്ഞ? പ്രമോദ്, പ്രശാന്ത്, പ്രദീപ്. ഇവരാരും നോക്കത്തില്ല. ഇപ്പൊ വീട് വിട്ട് ഇറങ്ങിയിട്ട് എത്ര നാളായി ചേട്ടൻ? വീട് വിട്ട് ഇറങ്ങിയിട്ട് ഭാര്യ ഉണ്ടോ? പേരെന്തോ ഭാര്യയുടെ? രാധാമണി. ഭാര്യ ആരോടൊപ്പോ? ഭാര്യയും 3 മക്കളും ഒന്നിച്ചാണോ? അവരാരും നോക്കത്തില്ലേ? ഭാര്യ ഇവിടെ ഉണ്ട്. പിന്നെ മോന്റെ കൂടെ. നോക്കാത്തതിന്റെ കാരണം എന്തുവാ? കാരണമൊന്നുമില്ല, ഞാനുമായിട്ട് ഉള്ള പ്രശ്നം. ചേട്ടൻ എത്ര കൊല്ലം ഗൾഫിലായിരുന്നു? ഞാൻ 14.5 വർഷം. 14 വർഷം ഗൾഫിലായിരുന്നു. പിന്നെ വീട് ഗോപാലകൃഷ്ണൻ എന്നാണ് പേര്. 79 വയസ്സോളം പ്രായമുണ്ട്. ഇയാള് ചവറ ഭാഗത്തു നിന്ന് റോഡ് സൈഡിൽ കിടന്ന് കാലുമൊക്കെ വീഴ്ത്ത് വ്രണമായി. അവിടെ നിന്ന് നമ്മൾ 108 ആംബുലൻസിനകത്ത് ശക്തികുളങ്ങരയുള്ള നമ്മുടെ പൊതുപ്രവർത്തകനായ ഗണേശനാണ് ഇയാളെ ഇവിടെ എത്തിച്ചത്. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ ജീവനക്കാരുടെയും ഗണേശൻ്റെയൊക്കെ സഹായത്താൽ ഇപ്പോൾ കാലിൻ്റെ വ്രണമെല്ലാം ഒരുവിധം 75% ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പോകാനൊരിടയില്ലാത്ത കാരണം ഗണേശന് ഇടപാടിൽ സ്റ്റേഷനിൽ നിന്നും മറ്റും പേപ്പറുകളെല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് മെയ്യാനുള്ള SS സമിതിയിലേക്ക് അയാളെ മാറ്റിയാണ്. അദ്ദേഹം 3 മക്കളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ അന്വേഷിച്ചതിൽ ഈ മക്കളാരും ഇദ്ദേഹത്തെ നോക്കാൻ തയ്യാറല്ല. എന്നാൽ ഇതിനിടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വേറൊരാൾ, ഒരു അൺനോണായിട്ടുള്ള ഒരാൾ മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട വിവരം അറിഞ്ഞ് ഈ മക്കള് ഇദ്ദേഹമാണ് മരണപ്പെട്ടതെന്നും പറഞ്ഞ് മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുന്നതിന് വേണ്ടി വീട്ടിൽ പന്തൽ വരെ ഒരുക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം അല്ലെന്നറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവർ അത് ഉപേക്ഷിച്ച് പോയി. എന്നാൽ ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞൊക്കെ, പക്ഷേ അദ്ദേഹത്തെ നോക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഇദ്ദേഹം വീട്ടിലെ അവർ പറയുന്നത് അനുസരിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു ന്യായം. എന്നാൽ ഈ അവസ്ഥയിലായി കഴിഞ്ഞാലും മക്കളിങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നത് സമൂഹത്തിൽ നമുക്ക് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പേരാണ് കേട്ടോ. അദ്ദേഹം മരിച്ചുപോയി എന്നുള്ള സങ്കല്പത്തിൽ വീട്ടുകാര് ചിതയും എല്ലാം സംവിധാനങ്ങളൊക്കെ ഒരുക്കിയതാണ്. അപ്പോഴാണ് 2ാം ദിവസം മനസ്സിലാക്കുന്നത് ഇദ്ദേഹം അല്ല, ആള് മാറിപ്പോയതാണ്, വേറൊരു ഗോപാലകൃഷ്ണനുള്ളയാണ്
എന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും ജീവിച്ചതായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ജില്ലാശുപത്രിയിലെ ആയിരുന്നു, ഇന്നിപ്പം SSMD അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആറന്മുള